നൂറ്റാണ്ടുകൾക്ക് മുൻപ് മണ്ണിനെയും മലകളെയും പ്രാണവായു പോലെ കണ്ടിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ശബരിമലയുടെ നെഞ്ചിൽ ജീവിച്ചവർ, മലയരയന്മാർ. കാടിനെ അമ്മയായി കരുതിയവർ, നദിയോട് പ്രാർത്ഥിച്ചവർ, കാട്ടുമൃഗങ്ങളോട് സൗഹൃദം പുലർത്തിയവർ. ഇവർ പമ്പാ നദിയുടെയും കാന്താമലയുടെ ചുറ്റുമുള്ള വനങ്ങളുടെയും സംരക്ഷകരായിരുന്നു. അവരാദ്യം പന്തളപുത്രനായ അയ്യപ്പനെ കണ്ടപ്പോൾ ഒരു ദിവ്യശക്തിയുള്ള മനുഷ്യനെപ്പോലെ തോന്നി ഭയപ്പെട്ടെങ്കിലും പിന്നീട് അയ്യപ്പന്റെ കരുണയും ധർമ്മനിരതയും കണ്ടപ്പോൾ അവരദ്ദേഹത്തെ ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. അയ്യപ്പൻ തന്റെ തപസ്സിനു ശേഷം മലയിൽ ദേവാലയം പണിയാൻ തീരുമാനിച്ചപ്പോൾ മലയരയന്മാർ അതിൽ പങ്കെടുത്തു. അയ്യപ്പൻ അവരെ അനുഗ്രഹിച്ചു പറഞ്ഞു, നിങ്ങളാണ് ഈ മലയുടെ യഥാർത്ഥ രക്ഷാധികാരികൾ. എല്ലാ വർഷവും ഞാൻ കാവിൽ പ്രത്യക്ഷമാകുമ്പോൾ നിങ്ങൾ ആദ്യം പൂജ അർപ്പിക്കണം. നിങ്ങളില്ലാതെ ശബരിമലയിൽ യാതൊരു കർമ്മവും പൂർത്തിയാവില്ല. അവിടെ പ്രത്യക്ഷനായത് ശ്രീ ധർമ്മശാസ്ത്രവായ അയ്യപ്പൻ. മലയരയന്മാർക്കായി അയ്യപ്പൻ പുണ്യവിളക്ക് തെളിച്ചു. അതുതന്നെയാണ് പിന്നീട് മകരവിളക്കായി അറിയപ്പെട്ടത്. ഒരു രാത്രിയിൽ മലയരയന്മാർ കാട്ടിൽ തീ തെളിച്ച് അയ്യപ്പന്റെ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞത്, ഇനി ഓരോ വർഷവും മകരസംക്രമ ദിനത്തിൽ ഈ തീ തെളിയിക്കും. അതിലൂടെ ഞങ്ങൾ അയ്യപ്പനെ കാണും. അയ്യപ്പൻ അവരെ അനുഗ്രഹിച്ചു. ആ തീ നിങ്ങളുടേതായിരിക്കും. അത് തെളിയുമ്പോൾ ലോകം എനിക്കുള്ള ദർശനം പ്രാപിക്കും. അന്നുമുതൽ ആ മലയിൽ കാണുന്ന മകരവിളക്ക് വെറും തീയല്ല, അത് മലയരയന്മാരുടെ വിശ്വാസത്തിന്റെ പ്രകാശമാണ്. അയ്യപ്പൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മലയുടെ ആത്മാവാണ്. എന്റെ ക്ഷേത്രത്തിൽ വാതിൽ തുറക്കുന്നത് പോലും നിങ്ങളുടെ കൈകളിൽ നിന്നായിരിക്കണം. അതിനാലാണ് ഇന്നും ശബരിമലയിലെ ചില പ്രധാന ചടങ്ങുകളിൽ ആദ്യം പങ്കെടുക്കുന്നത് മലയരയന്മാരാണ്. അവരില്ലാതെ ആ മലയ്ക്ക് പുണ്യം പൂർത്തിയാവില്ല.